പായസത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്കത് വഴിയേ കാണാം. ഞാനൊരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. വറുത്ത ശേഷം ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ ടേബിൾ സ്പൂൺ അരിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര. ഇവിടെ ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2-3 ഏലക്ക. അപ്പോൾ നമുക്കിവിടെ കപ്പലണ്ടി അതുപോലെ തന്നെ റൈസും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി പൗഡർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 കപ്പ് പാലിൽ നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കേണ്ട. അതിലൊരു ചെറിയൊരു ഭാഗം നമ്മളൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ പാല് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസും കപ്പലണ്ടിയും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ റൈസ് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടിയും നമ്മൾ റൈസും തരിതരായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായി നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ തിളപ്പിക്കാൻ നേരം കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ പാല് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കഥയുണ്ടെന്ന്. അതിതാണ്, മഹാഭാരത കുരുക്ഷേത്ര യുദ്ധ സമയത്ത് യോദ്ധാക്കൾ അവശരായിരിക്കുന്ന സമയത്ത് അവർക്ക് അയൽ രാജ്യത്തെ രാജാവും പ്രജകളുമായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിൽ പ്രധാന ഭക്ഷണം ഇപ്പോൾ ഈ പായസമായിരുന്നെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പായസം കഴിക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അയൽ രാജ്യത്തെ വിളിച്ച് പ്രശംസ അറിയിക്കുകയും ചെയ്തു അത്രേ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്രേ, ഈ ഒരു പേരിൽ ഈ രാജ്യം ഒരുപാട് പ്രശംസ ആർജിക്കുമെന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഉടുപ്പി എന്നാണ് ഒരു കഥ. എന്തായിരുന്നാലും നമ്മുടെ സംസ്കാരം നമുക്കായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സൂക്ഷിക്കുക, നമുക്ക് പരിപാലിക്കുക, നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശരിക്കും ഒരു കടമയെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഹെൽത്തി പായസം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഇതുപോലത്തെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പായസം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.